അടുത്തായി ബജറ്റ് സെറ്റ് ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ഒരു കൺസ്യൂമർ ബണ്ടിലുകൾ ഉണ്ടാക്കുന്ന വിധം അതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ സാധനത്തിന്റെ വില 5 രൂപ, രണ്ടാമത്തെ സാധനത്തിന്റെ വില 5 രൂപ എന്ന് കരുതുക. അപ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ 20 രൂപയാണ് വരുമാനമെങ്കിൽ ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? 5x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20, അതായത് 20 എന്നായിരിക്കും. അപ്പോൾ 20 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ബണ്ടിലാണ് അതിൽ ഈക്വൽ ആയിട്ടുള്ള ബണ്ടിൽ എന്ന് പറയുന്നത്. 20 രൂപയേക്കാൾ താഴെ വരുന്ന ബണ്ടില് എന്താണ്? ലെസ് ദാൻ, അതായത് 20 രൂപയേക്കാൾ കുറവുള്ള ബണ്ടിൽ എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബണ്ടിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 0 തൊട്ട് തുടങ്ങുക. അപ്പോൾ രണ്ട് സാധനങ്ങൾ 0, 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് രണ്ട് വസ്തുക്കളും വാങ്ങുന്നില്ല. ഇനി 01, 02, 03, 04 എന്ന് കൊടുത്താൽ അവസാനത്തെ 4 × 5 അത് നമുക്ക് എത്രയാണ്? 20 എന്ന് വരും. അപ്പോൾ 04 എന്താണ്? ഫുള്ളായിട്ട് നമുക്ക് ചെലവാക്കാനായിട്ട്, ആ പണം മുഴുവനായിട്ട് ചെലവാക്കിയ ബണ്ടിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് 10, 01, 12, 13 എന്നിങ്ങനെ എടുത്താൽ അപ്പോൾ 1 × 5 5, 3 × 5 15, 15 പ്ലസ് 5 20 എന്ന് വന്നു. അപ്പോഴും അവസാനത്തെ നമുക്ക് എന്താണ്? ഈക്വലായ ബണ്ടിലാണ്. ബാക്കിയുള്ളതൊക്കെ ലെസ് ദാൻ ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ 2, 0, 2, 1, 2, 2 അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈക്വലായി. അപ്പോൾ 2 × 5 10, 2 × 5 10, 10 പ്ലസ് 10 20 എന്നിങ്ങനെ വന്നു. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം 3, 0. അപ്പോൾ നമുക്ക് 3 × 5 15 വരുന്നുള്ള, 0 × 5 0. അപ്പോൾ 3, 1 അത് നമുക്ക് ഈക്വലായ ബണ്ടിലാണ്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് എടുക്കാം 4, 0. 4 × 5 എത്രയാണ്? 20 വന്നു. അപ്പോൾ അതും ഈക്വലായ ബണ്ടിലാണ്. അങ്ങനെ ഈക്വലായിട്ടുള്ള ബണ്ടിലുകൾ നമുക്ക് ഒരു രേഖാചിത്രത്തിൽ ഒരു ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഏതാണ് തുല്യമായ ബണ്ടില്, ഏതാണ് കുറവ് എന്നുള്ള ബണ്ടില്, അതിൻ്റെ ഗ്രാഫ് ഞാനിതിൽ കൊടുക്കുന്നതാണ്. ഓക്കെ.